ഐ വിൽ നെവർ ലീവ് യു നോർ forsake യു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇത് എൻ്റെ യേശുവിൻ്റെ വചനമാണ്. യേശു പറഞ്ഞാൽ അത് തീർച്ചയായും ചെയ്തിരിക്കും. ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇന്ന് പകൽ ദൈവം എന്നെ കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ കൈവിടുകയില്ല. നീ ദൈവത്തെ വിട്ടിരിക്കുകയാണ്. നമ്മൾ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാനോ ലോക അവസാനത്തോളവും എല്ലാ നാളും നിൻ്റെ കൂടെ ഇരിക്കുന്നു. എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. ഇത് നമ്മൾ അനുഭവിക്കണം. 365 ദിവസവും കൂട്ടുകാർ മാറിയാലും സ്നേഹിതർ മാറിയാലും മാറാതെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ഐ വിൽ നെവർ ലീവ് യു നോ forsake യു. എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ വീണ്ടും പങ്കുവെക്കട്ടെ. എൻ്റെ മകന് 6 മാസം പ്രായമായിരിക്കുന്ന സമയം, ആബ്നർ എന്ന് പറയും, ഞങ്ങൾ ലുധിയാനായിൽ നിന്ന് തിരുവല്ലയിലോട്ട് വരികയാണ്. അവൻ അന്ന് കൈ കുടിക്കുന്ന സക്കിങ് ഒരു ചീത്ത സ്വഭാവമാണ്, അതുണ്ടായിരുന്നു. കൈ കുടിച്ച് എവിടുന്നോ ഇൻഫെക്ഷൻ ഉള്ളിൽ കയറി ഛർദ്ദിക്കാനും വയറിളകാനും തുടങ്ങി. കേരള എക്സ്പ്രസ്സിനകത്താണ്, നല്ല ചൂടുണ്ട്, ഒരു വേനൽക്കാലമാണ്. 6 മാസമുള്ള കുഞ്ഞ് 8, 10, 15 പ്രാവശ്യം വയറിളകുകയും ഛർദ്ദിക്കുകയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞങ്ങ് ക്ഷീണിച്ചു. ഒരു നല്ല വെള്ളം കുടിക്കാനായിട്ട് പാൻട്രിയിൽ പോലും ചൂടുവെള്ളം ഇല്ല. ഒരു ഡോക്ടറാണ്, അസുഖം എന്താണെന്നറിയാം, കൊടുക്കാൻ മരുന്ന് എൻ്റെ കയ്യിലില്ല. ഞങ്ങൾ വിജയവാഡ എത്തുന്നതിന് മുമ്പ് ഞാൻ ട്രെയിൻ സൂപ്രണ്ടെ പോയി കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് അസുഖം കൂടുതലാണ്, ഒരു ദിവസമായി വയറിളക്കവും ഛർദിലും ഭയങ്കര പനിയാണ്, ഒരു ഡോക്ടറെ ആവശ്യമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അന്വേഷിക്കട്ടെ, വിജയവാഡ ആകുമ്പം പറയാം. ആന്ധ്ര വിജയവാഡ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ കിട്ടിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോകാം, തിരിച്ചുള്ള റിസർവേഷൻ നിങ്ങൾക്ക് റെയിൽവേ അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങിയില്ല. തിരക്കേറിയ വേനൽ അവധി സമയത്ത് ഇറങ്ങിയാൽ തിരിച്ചു വരാൻ പറ്റുകയില്ല. കുഞ്ഞിൻ്റെ അസുഖം ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മിനിറ്റിന് കുഞ്ഞിൻ്റെ കണ്ടീഷൻ മോശമാണ്. എറണാകുളം എത്തിയപ്പോഴത്തേക്ക് അവൻ തല പൊക്കിപ്പിടിക്കാൻ പോലും കഴിയാതെ ശ്വാസം പോലും എടുക്കാൻ വയ്യാത്തൊരു സ്റ്റേജ് ആയിരുന്നു. എനിക്ക് ഇന്നെന്ന് പോലെ ഓർമ്മയുണ്ട്. തിരുവല്ലയിലെത്തി ഞാൻ ഇവിടെ വന്നു. എൻ്റെ അമ്മയോട് പറഞ്ഞു, മോന് അസുഖമാണ്. അമ്മ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് ഹല്ലേലൂയ എന്ന് കേട്ടപ്പോൾ ഇവൻ വലത് കൈ ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കി. ശ്വാസം എടുക്കാൻ വയ്യാഞ്ഞ കുഞ്ഞിന് ഹല്ലേലൂയ കേട്ടപ്പം കൈ ഓട്ടോമാറ്റിക്കായി പൊങ്ങി. എന്തുകൊണ്ടെന്നാൽ അവന് പ്രാർത്ഥനയെക്കുറിച്ച് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, അവൻ്റെ കൈ അങ്ങ് കണ്ടിരിക്കുന്നതിനാൽ നന്ദി. തിരുവല്ല സായിപ്പിൻ്റെ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ എൻ്റെ ഫ്രണ്ടാണ് ബെഞ്ചമിൻ. ഡോക്ടർ ബെഞ്ചമിൻ്റെ അടുക്ക കൊണ്ടുപോയി കാണിച്ചു. ബെഞ്ചമിൻ പറഞ്ഞു, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോക്കോ, പുഷ്പഗിരിയിലോ, എന്തിനാ ഇവിടെ അഡ്മിറ്റ് ആക്കുന്നത്? കുഞ്ഞ് ഇവിടെ കിടന്ന് മരിച്ചു പോയാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹം പോകും. ഞാൻ പറഞ്ഞു, കുഞ്ഞിന് ജീവൻ കൊടുക്കാൻ പറഞ്ഞില്ല, ആയുസ് കൊടുക്കാൻ പറഞ്ഞില്ല, ആരോഗ്യം കൊടുക്കാനും പറഞ്ഞില്ല, ശുശ്രൂഷിക്കാനേ പറഞ്ഞുള്ളൂ. നിനക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ കൂടെ നിന്ന് ശുശ്രൂഷയിൽ സഹായിക്കാം. അഡ്മിറ്റാക്കി. ഹിമോഗ്ലോബിൻ 5 ഗ്രാം, ഈക്കോളായി സെപ്റ്റിസീമിയ, രക്തത്തിനകത്ത് പഴുപ്പ് വ്യാപരിച്ച് മരിക്കുന്ന ഒരു സ്റ്റേജിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ICUയിലോട്ട് അവനെ മാറ്റി. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് സെപ്റ്റിസീമിയയുടെ 21 കോംപ്ലിക്കേഷനും എൻ്റെ തലയിൽ വന്നു. ഞാൻ ഓർത്തു, എല്ലാം പ്രശ്നമാണ്, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതെനിക്ക് നല്ലവണ്ണം അറിയാം. എൻ്റെ അപ്പച്ചനാണ് അവന് ബ്ലഡ് കൊടുത്തത് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട്. കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. ഞാൻ ICU കയറാൻ ഡോക്ടർ എന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ ICU കയറി കുഞ്ഞിനെ കാണുമ്പോൾ അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞാണ്. കവിള് 2 ഒട്ടി, കണ്ണെല്ലാം കുഴിഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മരിക്കുന്ന കണ്ടീഷനിലാണ്, മരണത്തോട് ബല്ലടിച്ച് കിടക്കുകയാണ്. ഇറങ്ങി വരുമ്പം എൻ്റെ ഭാര്യയും അമ്മയും അമ്മായിയമ്മയും ഫാമിലി എല്ലാം വെളിയിൽ നിൽപ്പുണ്ട്. അവർ ചോദിക്കും, കുഞ്ഞെങ്ങനെയുണ്ട്? ഞാൻ പറയുന്ന അനുസരിച്ചിരിക്കും അവരുടെ ഫീലിംഗ്. ഞാൻ ഒരു കുഴപ്പമില്ല, ഹീ ഈസ് ഇംപ്രൂവിങ്. ഇംപ്രൂവ്മെൻ്റ് ഇല്ലെങ്കിലും ഇംപ്രൂവിങ് എന്ന് വിശ്വസിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 3-ാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം എനിക്കുണ്ടായി. എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ദർശനം. നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോയി അവൻ കയ്യിലായെന്ന്. ഞാൻ അങ്ങനെയല്ല. ശുശ്രൂഷയിലുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ദൈവമാണെന്നും ദൈവത്തിൻ്റെ കയ്യിലാണെന്നും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നും ദൈവം എന്നെ കൈവിടുകയില്ല എന്നും എനിക്ക് നല്ല ഉറപ്പായി. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഞാൻ എൻ്റെ ആ അനുഭവം ചുരുക്കട്ടെ. എൻ്റെ യേശു, എൻ്റെ ദൈവം ആബ്നറിന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. മനുഷ്യരല്ല. ഇന്ന് അവൻ MBBS കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ.
അവൻ്റെ സകല കാര്യങ്ങളും ദൈവമാണ് ചെയ്തത്. എൻ്റെ ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവൻ ഇറങ്ങി വരുവാൻ വിശ്വസ്തനാണ്. അവൻ നല്ല ദൈവമാണ്. അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഈക്വലായി സെപ്റ്റിസീമിയായി രക്തത്തിൽ പഴുപ്പ് കയറി മരിക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യം തന്ന എൻ്റെ യേശു ജീവിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ അത്ഭുതകരമായി രോഗങ്ങളില്ലാതെ ദുഃഖങ്ങളില്ലാതെ നീണ്ട 40 സംവത്സരം കാത്തു സൂക്ഷിച്ച ദൈവം നല്ല ദൈവമാണ്. ഇന്നത്തെ ദിവസം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ കൈവിടുകയില്ല. മനുഷ്യർ കൈവിടും, സ്നേഹിതർ കൈവിടും, ബന്ധുക്കൾ ചിലപ്പോൾ വെടക്കൻ തന്നെയെന്ന് വരും. പ്രയാസങ്ങളുടെ മധ്യേ ആരും സഹായിക്കാൻ വന്നെന്ന് കാണുകയില്ല. ഇന്ന് പൈസ ഉള്ളവൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. പൈസ ഇല്ലാത്തൊരു വ്യക്തിയെ ആർക്കും വേണ്ട. നിന്നെ ആർക്കും വേണ്ടാത്തൊരു സാഹചര്യമായിരിക്കാം. എല്ലാവരും തള്ളിയിരിക്കാം. പക്ഷെ തള്ളാത്ത എൻ്റെ ദൈവം, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം ദൈവം കൂടെയുള്ള ആ അനുഭവം ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. യഹോവയായ ദൈവത്തിൻ്റെ പിന്തുടർന്നാൽ, നന്മയുടെ ഉറവിടമായ ദൈവത്തെ പിന്തുടർന്നാൽ നന്മയും കരുണയും ആയുസ് മുഴുവനും നമ്മുടെ പുറകെ വരും. നമുക്കുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നന്മയുടെയും കരുണയുടെയും പുറകെ നടക്കുകയാണ്. ഞാൻ എൻ്റെ കൂടെ പണി ചെയ്യുന്ന കുഞ്ഞുഞ്ഞിനോട് ഇന്ന് രാവിലെ ചോദിച്ചു, കുഞ്ഞുഞ്ഞെ ഞായറാഴ്ച ആരാധനയ്ക്കും ഇടയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കും വരുന്നില്ലേ? 7 മണിക്ക് എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റില്ല, TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പശുവിനെ നോക്കണം, വേറെ എന്തെല്ലാം തിരക്കാണ്. പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല, ആരാധനയ്ക്ക് വരാൻ സമയമില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. നിന്നെ കരം പിടിച്ച് നടത്തുന്ന ദൈവം, നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ദൈവം മറക്കില്ല. എല്ലാവരും മറന്നു എന്ന് ചിന്തിക്കുന്ന ജീവിതമേ, നിന്നെ ഓർക്കുന്ന ദൈവം ജീവിക്കുന്നു, നിന്നെ പരിപാലിക്കുന്ന ദൈവം ജീവിക്കുന്നു, നിന്നെ കരുതുന്ന ദൈവം ജീവിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ള സകല നന്മയും ഇന്ന് പകൽ ദൈവം അത്ഭുതകരമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹിക്കുന്ന പിതാവിനെ കാണുവാനും രക്ഷകനായ യേശുവിനെ അറിയുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും ഈ ദിവസം മുഴുവനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലായിരിക്കുവാനും ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. സ്വന്തം ഇച്ഛകൾക്കും സ്വന്തം അഭിലാഷങ്ങൾക്കും ഓടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവിക പദ്ധതിയിൽ, ദൈവിക സ്നേഹത്തിൽ, ദൈവികമായ ആഗ്രഹത്തിൻ്റെ പിൻപിൽ ജീവിപ്പാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും ഓർക്കട്ടെ. ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കുന്നവൻ്റെ ജീവിതം കണ്ടാൽ അറിയാം. ദൈവത്തെ കണ്ടവനെ കണ്ടാൽ അറിയാം. ദൈവത്തെ രാവിലെ കണ്ടുകൊണ്ട്, ദൈവശബ്ദം കേട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ദിവസം അനുഗ്രഹപ്രദമായി ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. ഇന്ന് പകൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കരത്തിൻ്റെ ഉള്ളിൽ താണിരുന്നു കൊണ്ട്, അവൻ്റെ കരത്തിൻ്റെ ഉള്ളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവൻ നടത്തുന്ന വഴിയെ നടക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. എൻ്റെ ദൈവം നല്ല ദൈവമാണ്. എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങൾക്ക് ഉയർച്ച തരും, ദൈവം നിങ്ങൾക്ക് നന്മ തരും, ദൈവം നിങ്ങൾക്ക് സമൃദ്ധി തരും. അവനെ പൂർണ്ണമായി വിശ്വസിച്ച് അവൻ്റെ കൂടെ നടക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. God bless you today. Have a wonderful day. God bless you. Take care. സുദിനത്തിലെ ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു സംഭവകഥ നമുക്ക് കേൾക്കാം.